പ്രേഴ്സ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നന്ദി, കർത്താവിന് സ്തോത്രം. ദൈവത്തിന് പുകഴ്ച, ദൈവത്തിന് ആരാധന, ദൈവത്തിന് മഹത്വം. ഏക സത്യ നിത്യമായ ദൈവമായ എൻ്റെ യേശു കർത്താവിന് കോടാകൂടി സ്തോത്രം. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതർ പോലെ എത്രയാകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കില്ല. യഹോവ നീതിമാന്മാരുടെ വഴിയെറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഇത് തിരുവചനത്തിൽ സങ്കീർത്തനം 1-ാം സങ്കീർത്തനമാണ്. ആമേൻ. ഞാൻ വായിച്ചിരിക്കുന്നത്. ആമേൻ. തിരുവചന ഹല്ലേലൂയ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരത്തിൽ നിന്ന് പാപികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കാത്ത ആരുണ്ടോ അവനാണ് യഥാർത്ഥ ഹല്ലേലൂയ ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളുള്ളതിൽ 1-ാമത് പറയുന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അത് എത്രയോ നമ്മുടെ ചുറ്റുവട്ടം നമുക്ക് നോക്കുമ്പോൾ ഈ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ തന്നെ പോയ ഒരു ആളായിരുന്നു. ഇന്ന് ഈ സത്യവേദ പുസ്തകം ഈ പെട്ടകം ചുമക്കുവാനും ഇതെൻ്റെ കൈ വരാനും ഒരു യോഗ്യതയില്ല എനിക്ക്. എൻ്റെ കർത്താവ് എന്നെ യോഗ്യയാക്കി തീർത്തു. എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയാകും. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരത്തിൽ നടന്ന, പാവികളുടെ വഴിയിൽ നടന്ന, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്ന എന്നെ ഈ ജീവൻ്റെ പുസ്തകം എടുക്കുവാനും നിത്യരാജാവിനെക്കുറിച്ച് സ്തുതിപ്പാനും ദൈവം തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. തമസ്സോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അതെ, ഈ ലോകത്തിൻ്റെ ഇമ്പത്തിൽ നിന്ന്, ലോകത്തിൻ്റെ സുഖത്തിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹത്തിൽ നിന്ന്, തമസ്സിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നിത്യവെളിച്ചത്തിലേക്ക്, ജീവവെളിച്ചത്തിലേക്ക് എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചു, എൻ്റെ കുടുംബത്തെ വേർതിരിച്ചു. ആ സർവശക്തൻ ജീവിക്കുന്നു. നീറുന്ന പ്രശ്നങ്ങളിൽ, കഷ്ടതയിൽ, രോഗത്തിൽ, ഭാരത്തിൽ, ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ മറ്റാരുമില്ല രക്ഷിപ്പാൻ കഴിയാൻ യേശു കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് സർവശക്തനായ ദൈവവും തിരുവചനവും വിളിച്ചു പറയുമ്പോൾ കോടാകോടി ജനങ്ങൾ, ഹല്ലേലൂയ, എത്രയോ ജീവിതങ്ങൾ ഈ വേദപുസ്തകം എടുത്ത് ദൈവത്തിന് പ്രയോജനപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിറങ്ങി യേശുവിനെക്കുറിച്ച് വിളിച്ചു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. സർവശക്തൻ പറയുന്നു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ. ആ മഹാഭാഗ്യം, ആ ഭാഗ്യവാൻ എന്നുള്ള പദവി മറ്റൊരിടത്തും ഇരിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം തമ്പുരാൻ സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ടുകാരൻ ഇങ്ങനെ അവിടെ, കാൽമെതിക്കും ദേശമെല്ലാം എൻ കർത്തരിക്കു സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കാൽവാരി കൊടി പറക്കും. പറക്കട്ടും പറക്കട്ടും സിലുവായിൻ ജയക്കൊടി. ഹല്ലേലൂയ. ഉയരട്ടും ഉയരട്ടും യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നീ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ, ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. സർവശക്തനായ യേശുവല്ലാതെ രക്ഷകനില്ലെന്ന് വിളിച്ചു പറയുന്നത് കൊണ്ട് അസൂയപ്പെടരുത്. മറ്റുള്ളവരെ നോക്കി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചിന്തയൊക്കെ മാറി വന്നതും എന്നെ ദ്രോഹിക്കുന്നവരോട് എനിക്ക് സന്തോഷത്തോടെ അവരോട് ഇടപെടാൻ കഴിയുന്നതും എന്നെ പകയ്ക്കുന്നവരുടെ മുന്നേ എന്നെ നിർത്തുന്നതും ഈ തിരുവചനമുള്ളത് കൊണ്ടാണ്, ഈ തിരുവചനം എടുത്തത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്ന എന്നെ ഈ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ കർത്താവ് എൻ്റെയും പേരെഴുതി ചേർത്തു. പ്രിയപ്പെട്ടവരെ, യേശു ജീവിക്കുന്നു, യേശു വരാറായി. ഒരുങ്ങിക്കോ, കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ വേഗം വരുന്നു. ദൈവം തമ്പുരാൻ്റെ തിരുവചനം, ഈ സത്യവേദ പുസ്തകം അതെ, തമസ്സോമാ ജ്യോതിർഗമയ, എന്നെ ഇരുട്ടിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച ദൈവം നിന്നെയും വേർതിരിക്കും. ജ്യോതിർഗമയ, വെളിച്ചത്തിലേക്ക് വാ, കടന്നു വാ, യേശുവിലേക്ക് വാ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. കർത്താവ് മറ്റൊരു രൂപത്തിലല്ല, മനുഷ്യരായ യേശുവിനെ അറിഞ്ഞ ദൈവമക്കളെ പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കയറി ഇറങ്ങി ട്രാക്ട് തരുന്നത്, സുവിശേഷം പറയുന്നത് യേശു പറഞ്ഞിട്ട് തന്നെയാകുന്നു. ഈ സത്യവേദകത്തിൽ ഇത് എഴുതിയത് കൊണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ദൈവം തമ്പുരാൻ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.
സർവശക്തനായ ദൈവമേ, എൻ്റെ ഇന്ന് ആമേൻ ഈ സന്ധ്യയോടെടുക്കുന്ന സമയം, പ്രഭാതം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയുവേണ്ടെന്ന കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. തിരുകൃപയാൽ ഈ തമ്പുരാനെ എൻ്റെ ദേശത്തെ, ദേശവാസികളെ, എൻ്റെ ഹാലലിയ സംസ്ഥാനത്തെ, എൻ്റെ ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ ജനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ.